ഐഷ പോറ്റി വർഗവഞ്ചകയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വിസ്മയം തീർക്കാൻ പ്രായമുള്ളവരെ തിരക്കിയിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പരിഹാസവും. ഒരു വിസ്മയവും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഐഷ പോറ്റി പാർട്ടിയിലെ ഒരു കമ്മിറ്റിയിലും പങ്കെടുത്തിരുന്നില്ല. അസുഖമാണെന്നാണ് പറഞ്ഞിരുന്നത്. ആ അസുഖം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഐഷ പോറ്റി 10 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റായി, ജില്ലാ പഞ്ചായത്ത് പാർട്ടിയുടെ ഭാഗമായിട്ട് വന്ന ഉടനെ തന്നെ അതിനുശേഷം 15 കൊല്ലം MLA ആയി. ആ MLA പണി കൂടി കഴിഞ്ഞ് പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ എടുത്തു. ആ ജില്ലാ കമ്മിറ്റി അങ്ങോട്ട് പോയിട്ടേയില്ല. ജില്ലാ കമ്മിറ്റി പിന്നെ ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്തു. ഏരിയ കമ്മിറ്റി അങ്ങോട്ട് പോയിട്ടേയില്ല. അപ്പോഴൊക്കെ അസുഖമാണ് എന്നാണ്. അസുഖം എന്താണ് എന്ന് ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി. ആ അസുഖം അധികാരത്തിന്റെ അപ്പകഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ലാതെ വേറെ ഒന്നുമായിരുന്നില്ല എന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുള്ള ഈ ഐഷ പോറ്റിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പോൾ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലായി. ഒരു വർഗത്തെ വഞ്ചിച്ച് ഭരണവർഗത്തിന്റെ ഒപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോയ ഒരു ചിത്രമാണ് നമുക്ക് ഐഷ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന. അവസരവാദപരമായ നിലപാട്, വർഗവഞ്ചനയുടെ ഭാഗമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് ചേക്കാറാൻ യാതൊരു തരത്തിലുള്ള മടിയുമില്ലാതെ ഈ പറയുന്ന ഐഷ പോറ്റി പോയിട്ടുള്ളത്. വിശദാംശങ്ങൾ AK സ്റ്റെഫിൻ നൽകും. സ്റ്റെഫിൻ, കർക്കശ്യമുള്ള ഭാഷയിലാണ് പാർട്ടി സെക്രട്ടറിയുടെ വിമർശനങ്ങൾ. മധു, ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് CPM-ൽ എത്രത്തോളം ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിലുണ്ട്. നേരത്തെ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ ഒന്നും മയപ്പെടുത്തിയിരുന്നു. വളരെ ഒന്ന് ലഘുവായിട്ടാണ് അതിനെ ഒന്ന് പറഞ്ഞു വിട്ടത്. എങ്കിൽ ഐഷ പോറ്റിയെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു MLA അല്ലെങ്കിൽ ജനപ്രതിനിധിയെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ വിമർശിച്ചത്. പ്രത്യേകിച്ചും ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ലോക് ഭവന് മുന്നിലേക്ക് എം വി ഗോവിന്ദൻ എത്തിയത്. ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഐഷ പോറ്റിക്കെതിരെയും അതോടൊപ്പം തന്നെ VD സതീശനെതിരെയും കോൺഗ്രസിനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പ്രതികരണമുണ്ടായത്. ഐഷ പോറ്റിയെ വർഗവഞ്ചക എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ സംസാരിച്ചത്. ഒപ്പം തന്നെ VD സതീശനും കൃത്യമായ രാഷ്ട്രീയ മറുപടി നൽകിയിട്ടുണ്ട്. വിസ്മയം ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള VD സതീശന്റെ പ്രതികരണത്തിന് ഈ വിസ്മയം തീർക്കാൻ പ്രായമായവരെ ഇറങ്ങിയിരിക്കുകയാണ്, കേരള കോൺഗ്രസിന് പിന്നാലെ പോവുകയാണ് എന്ന രാഷ്ട്രീയ മറുപടിയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ ഒരുപക്ഷെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി വരും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്തരത്തിലായിരിക്കും CPM ആ നീക്കങ്ങളെല്ലാം ചെറുക്കുക എന്നതിൻ്റെ കൃത്യമായ വ്യക്തമായ ഉദാഹരണം ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിലുണ്ട്.